ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മെനു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ സാംസങ് ഗാലക്സി S22 അൾട്ര വേഴ്സസ് സാംസങ് ഗാലക്സി S21 അൾട്രയുടെ കമ്പാരിസൺ ആൻഡ് റിവ്യൂ ആണ്. സോ രണ്ടും 12GB 256GB ഫാൻറ്റം ബ്ലാക്ക് കളേഴ്സാണ് ഇരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഇതിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനിൽ നിന്ന് തുടങ്ങാം. സോ രണ്ടും പക്കാ പ്രീമിയം ഫീലാണ് നമുക്ക് കൈ കിട്ടുക. ആൻഡ് മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബാക്കി വരുന്ന ഗ്ലാസ് ആണ്. സോ നമുക്ക് ഗാലക്സി S21 അൾട്രയ്ക്ക് നമുക്ക് കോണിക്കുള്ള 7 അതായത് വിക്ടസ് ആണ് വരുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് കോണിക്കുള്ള 7 വിക്ടസ് പ്ലസ് ആണ്. ചെറിയൊരു മോസ്റ്റ് ടഫസ്റ്റ് ഗ്ലാസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ നമുക്കിതിൻ്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ രണ്ടും എക്സാക്ട് സെയിം ആണ്, 8.9 mm ആണ്. ഓക്കെ, കണ്ടോ, രണ്ടും 8.9 mm വരുന്നുണ്ട്. ആൻഡ് വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഇത് 228 ഇത് 227. ഓക്കെ, രണ്ടും അത്യാവശ്യം ഈവൻ ഡിസ്ട്രിബ്യൂഷനാണ്. പക്ഷേ നമ്മുടെ ഗാലക്സി S21 അൾട്ര കുറച്ച് ടോപ്പ് ലോഡാണ്, ബിക്കോസ് നമ്മൾ ഇച്ചിരി ഫ്രണ്ടിൽ ആ ക്യാമറ മൊഡ്യൂൾ കാരണം. ആൻഡ് ക്യാമറ മൊഡ്യൂൾ നിങ്ങൾ നോക്കിയറിയാം, നമ്മുടെ S22 അൾട്ര ഒരു ഡ്യൂ ഡ്രോപ്പ് ക്യാമറ, കാരണം ആ ഫ്രെയിമിൽ തന്നെ ഒരു ദാറ്റ് മീൻസ് ആ ബാക്ക് പാനലിൽ തന്നെ ഇംപ്ലിമെൻറ്റേഷൻ ആണ്. ഇത് നമ്മുടെ ഫ്രെയിമിൽ നിന്ന് എടുത്തേക്കുന്ന ഒരു ഇംപ്ലിമെൻറ്റേഷനാണ്. സോ കുറച്ചും കൂടെ പ്രൊജക്റ്റഡ് ക്യാമറ മൊഡ്യൂൾ നമുക്ക് S21 അൾട്രയ്ക്കാണ്. ഇതൊരു ഡ്യൂ ഡ്രോപ്പ്, ഒരു പ്രീമിയം, രണ്ടും പക്കയാണ്, സബ്ജക്റ്റീവാണ് നമുക്ക് അത് വരിക. ആൻഡ് മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ തവണത്തെ ഗാലക്സി S22 അൾട്രയ്ക്ക് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് അവൈറ്റഡ് ഫീച്ചറായിട്ടുള്ള നമ്മുടെ എസ് പെൻ വരുന്നുണ്ട്. സോ ജസ്റ്റ് പെൻ പുൾ ഔട്ട് ചെയ്യുക, എഴുതുക. ഓക്കെ, പക്കായുണ്ട് നമ്മുടെ എസ് പെൻ. 2.8 milliseconds ലേറ്റൻസി ആണ്. സോ നമ്മൾ ജസ്റ്റ് പേപ്പറിൽ നോട്ട് ചെയ്യണ പോലെയാണ്. കണ്ടോ, നിങ്ങൾ നോക്കിയാൽ അറിയാം, ഭയങ്കര ഫാസ്റ്റാണ്, ഒരു രക്ഷയില്ല. സോ നമ്മൾ ഭയങ്കര യൂസ്ഫുൾ ആയവർക്ക് ഭയങ്കര ഒരു കാര്യമാണ് നമ്മുടെ ഈ എസ് പെൻ എന്നുള്ളത്. അത് മാത്രമല്ല, ഇത് ജസ്റ്റ് നമ്മളിപ്പോൾ ഓഫ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ എടുത്ത പോലെ എടുത്തിട്ട് ജസ്റ്റ് ഇത് പെൻ തിരിച്ചു വെച്ചു. സോ ഈ നോട്ട് ഇൻബിൽട്ട് ഉള്ളിൽ സേവ് ആയിട്ടുണ്ടാവും. സോ കാണിച്ചു തരാം. സോ സാംസങ് നോട്ട്സിനകത്ത് ഈ സാധനം സേവ് ആയിട്ട് കിടക്കും, കണ്ടോ, ഇൻസ്റ്റൻറ്റ്. സോ ഭയങ്കര കൺവീനിയൻ്റ് ആണ്. സോ ഒരു മസ്റ്റ് നമ്മുടെ ഗാലക്സി നോട്ടിന് മിസ്സായി പോയ ഒരു സംഭവം നമുക്കിപ്പോൾ നമ്മുടെ ഗാലക്സി S22 അൾട്ര. സോ അത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആണ്. സോ ഫസ്റ്റത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് തന്നെ അത് മാത്രമല്ല, നമുക്ക് എയർ ആക്ഷൻസ്, എയർ ജെസ്റ്റേഴ്സ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഇങ്ങനെ നമുക്ക് എസ് പെൻ ഇംപ്ലിമെൻറ്റ്. സോ അങ്ങനെ എസ് പെൻ ദാറ്റ് മീൻസ് നിങ്ങളൊരു ഗാലക്സി നോട്ട് 20 അൾട്ര അല്ലെങ്കിൽ നോട്ട് 10 പ്ലസ് എന്നൊക്കെ വന്നവരാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ നമ്മുടെ S22 അൾട്ര ചൂസ് ചെയ്യാം. S21 അൾട്രയിൽ ജസ്റ്റ് ഒരു എസ് പെന്നിന് വേണ്ടി അപ്ഗ്രേഡ് ചെയ്യാനുള്ളതില്ല. ഓക്കെ, സോ ഈ ബിൽഡ് ആൻഡ് ഡിസൈൻ തന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ് ഇൻ ഹാൻഡ് ഫീൽ. ഞാൻ ഓൾറെഡി പറഞ്ഞ പ്രീമിയം ഫീലാണ്. ആൻഡ് നമുക്കിതുകൊണ്ട് ഈ ബാക്ക് ഗ്ലാസ് വന്നിട്ട് ഈ ഫ്രെയിമിട്ട് ബ്ലെൻഡ് ആക്കണം, നമ്മൾ പിടിക്കാനൊരു രസമുണ്ട്. പക്ഷേ ഇതൊരു ബോക്സി ഡിസൈനാണ് വരും. സോ ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു നിങ്ങൾ എഡ്ജസ് ഒക്കെ ഉണ്ടായാൽ നല്ല ബോക്സി ടൈപ്പാണ്. നമ്മുടെ ആ നോട്ടിന് റിസംബിൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോക്സി ഡിസൈൻ ആണെങ്കിൽ നമ്മുടെ S21 അൾട്ര വരുന്ന ഒരു സോഫ്റ്റ് കോർണേഴ്സ്, റൗണ്ടഡ് കോർണേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു ഡിഫൈൻഡ് ദാറ്റ് മീൻസ് എഡ്ജസ് ഒക്കെയാണ് ഉള്ളത്. അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ ഫോൺ ഇങ്ങനെ നിർത്താം, അത്രയ്ക്കൊരു ഇതുണ്ട് നമ്മുടെ ടോപ്പും ബോട്ടും ഒക്കെ ആയിട്ട്. സോ അത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. സോ ആ നോട്ടിന് റിസംബിൾസ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ആ ഒരു ബോക്സി ഡിസൈൻ വരുന്നത്. ഓക്കെ, സോ നമുക്കിനി നെക്സ്റ്റ് നമുക്കിതിൻ്റെ ഡിസ്പ്ലേക്ക് പോവാം. സോ ഗൈസ്, നമ്മുടെ ഗാലക്സി S21 അൾട്ര വേഴ്സസ് നമ്മുടെ ഗാലക്സി S22 അൾട്ര ഡിസ്പ്ലേ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ എന്താ പറയുക, രണ്ടും ടോപ്പ് എൻഡ്. ഗൈസ്, ഒരു കമ്പാരിസൺ, കാരണം അത്രയ്ക്ക് പൊളി, ഒരു എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകൾ, അത്രയ്ക്ക് അടിപൊളി ഡിസ്പ്ലേ ആണ് രണ്ടിനെ വരുന്നത്. സോ ഒരു ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. ദാറ്റ് മീൻസ് ആ ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ, ക്വാളിറ്റി, കാര്യങ്ങളൊക്കെ ടോപ്പ് നോച്ചാണ്. നമ്മൾ നേരിട്ട് നോക്കിയപ്പോൾ ഒരു 30 ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല കറൻറ്റ്ലി, അറ്റ്ലീസ്റ്റ് എനിക്കിപ്പോൾ നോക്കിയിട്ട്. ആൻഡ് ഇത് റെസൊല്യൂഷൻ ചെയ്ത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് നമുക്ക് രണ്ടും വരുന്നത്. 6.8 ഇഞ്ച് ഡിസ്പ്ലേ ആണ് രണ്ടിനും. 14:14 നമ്മുടെ 3200 ആണ് നമ്മുടെ ഗാലക്സി S21 അൾട്രയിൽ. ഇത് ഒരു 3080, ചെറിയൊരു റെസൊല്യൂഷൻ, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, ഇച്ചിരി ഡൗൺഗ്രേഡ് ഉണ്ട്. നമ്മൾ ലൈറ്റായിട്ട് അത് പറയത്തക്കില്ല. പിന്നെ PPI കാര്യത്തിൽ ഇത് 500 PPI, ഇത് 515 PPI. S21 അൾട്ര 515ഉം ഇത് നമ്മുടെ S22 അൾട്ര 500 PPI ആണ് വരിക. സോ ചെറിയൊരു ഇതുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു കാര്യം നമുക്കിവിടെ നോക്കിയിട്ട് അറിയാൻ പറ്റും. നമുക്ക് ആ റെഡൊക്കെ ആണെങ്കിലും രണ്ടും കട്ട ഡീപ്പാണ് റെഡ് വരിക, കണ്ടോ, ശ്രദ്ധിച്ചറിയാം. ആൻഡ് ഈ കളേഴ്സ് ഒരു പ്രോസസ്സിങ്ങിനകത്ത് തോന്നുന്നു ഇച്ചിരി കൂടെ ബ്രൈറ്റസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ഗാലക്സി S22 അൾട്രയാണ്. അതിൻ്റെ ഒരു വൺ ഓഫ് ദ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നിറ്റ്സ് ആണ്. ദാറ്റ് മീൻസ് ഇത് മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ് വെച്ചാൽ 1750 ആണ്, 1750. ആൻഡ് ഇത് 1500 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. സോ എക്സ്ട്രീം ഡാറ്റ് സൺലൈറ്റ് പോലും പക്ക വിസിബിലിറ്റി ആയിരിക്കും രണ്ടിനും. സോ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ എനിക്കൊരു കമ്പാരിസൺ, ഒരു വിന്നറിനെ സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ഇഫ് യു ആസ്ക് മീ വിച്ച് ഇസ് ബ്രൈറ്റസ്റ്റ് ഡിസ്പ്ലേ, ഒബ്വിയസ്ലി ഈ സീൻസ് കാണുമ്പോൾ തന്നെ അറിയാം കുറച്ചും കൂടി ഒരു ബ്രൈറ്ററായിട്ട് നമുക്ക് ഗാലക്സി S22 അൾട്ര ഫീൽ ചെയ്യുന്നുണ്ട്.
സോ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്യാം. സോ ഗൈസ് നമ്മുടെ ഓഡിയോ ക്വാളിറ്റി, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗാലക്സി S22 അൾട്ര, ഈ വൈറ്റ് ആണ് നമ്മുടെ S22 അൾട്ര ആൻഡ് ബ്ലാക്ക് ഡാർക്ക് മോഡ് ഇട്ടേക്കാണ് S21 അൾട്ര. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ ക്ലീൻ ആൻഡ് ഡാൻസ് ഒരു ഓഡിയോ പ്ലേ ചെയ്യാം. ഡോൾബി വരുമ്പോൾ സോൺ ആട്ടോ, ഒന്നുകൂടി ഒരു നെക്സ്റ്റ് സോങ്. ഓക്കെ, S21 അൾട്ര. ഓക്കെ, S22 അൾട്ര. കുറച്ചുകൂടെ ക്വാളിറ്റി നല്ലതായിട്ട് ഫീൽ ചെയ്യണത് S22 അൾട്രയിലാണെങ്കിൽ ഇച്ചിരി ലൗഡ്നെസ് എനിക്ക് ഫീൽ ചെയ്യണത് S21 അൾട്ര കേട്ടോ. ഒരു ഓഡിയോ നമുക്ക് പ്ലേ ചെയ്ത് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ ഇറ്റ് ഷുഡ് ബി നൈറ്റ് റൺ അവേ. S22, എനിവേസ് യു ഗൈസ് ആർ ജഡ്ജ്. ഓക്കെ, ഇനി നമ്മുടെ ഗാലക്സി S21 അൾട്ര ആണോ? യെസ്. പക്ഷേ കുറച്ച് എന്താ ദാറ്റ് മീൻസ് ഒരു കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരു കുറച്ചുകൂടെ ക്വാളിറ്റി, ദാറ്റ് മീൻസ് ആ സൗണ്ടിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, ആ ക്വാളിറ്റി എനിക്ക് കുറച്ചുകൂടെ ഫീൽ ചെയ്ത് നമ്മുടെ ഗാലക്സി S22 അൾട്രയിലും ഇത്തിരി ലൗഡ്നെസ് എനിക്ക് കുറച്ചുകൂടെ ഫീൽ ചെയ്ത് S21 അൾട്രയ്ക്കാണ്. ഇഫ് യു ആസ്ക് മി അബൌട്ട് ദ മാർജിൻ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 to 2%, വളരെ ലൈറ്റാണ്. ബട്ട് ഒരു 1 to 2%, മാക്സിമം 3% ഡിഫറൻസ് ആണുള്ളൂ. ഇച്ചിരിങ്ങനെ ക്വാളിറ്റിക്ക് പ്രിഫറൻസ് ആണെങ്കിൽ S22 അൾട്ര ആൻഡ് ഇഫ് ലൗഡ്നെസ് ആണ് പ്രിഫറൻസ് എങ്കിൽ S21 അൾട്രയാണ്. സോ അത് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ആകെ S Pen ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ എടുത്ത് പറയേണ്ട ഒരു ഡിഫറൻസസ് എനിക്ക് ഇതുവരെ സ്പോട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഒരു ഡിഫറൻസ് ഇതുവരെയുള്ള ഡിഫറൻസ് കഴിഞ്ഞാൽ S Pen വന്നിട്ടുണ്ട്, പിന്നെ കോണിക്കുള്ള 7+ന്റെ പ്രൊട്ടക്ഷൻ, ദാറ്റ് മീൻസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 1750 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്, അത്ര ഒരു ഡിഫറൻസ് വന്നിട്ടുള്ളൂ ഇതുവരെ നോക്കിയത്. പിന്നെ ഇനിയാണ് നമ്മുടെ നെക്സ്റ്റ് മെയിൻ ഡിഫറൻസ്. സോ ദാറ്റ്സ് ദ പ്രോസസ്സർ. സോ Exynos 2100 ആണ് നമുക്ക് നമ്മുടെ ഗാലക്സി S21 അൾട്രയ്ക്ക് വരുന്നെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് സ്നാപ്ഡ്രാഗൺ 8 Gen 1 ആണ് നമ്മുടെ ഗാലക്സി S22 അൾട്രയ്ക്ക് വരുന്നത്. ദാറ്റ് മീൻസ് ദ സെയിം ചിപ്പ് സെറ്റ് നമുക്ക് നമ്മുടെ Iqoo 9 Proയിൽ വന്ന സെയിം ചിപ്പ് തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 8 Gen. ദാറ്റ് മീൻസ് ആ പ്രീമിയം സാധാരണ Exynos 2200 ആയിരുന്നു നമ്മുടെ ഇന്ത്യയിൽ വരേണ്ടത്. ബട്ട് ഗ്ലാഡ് അവർ നമുക്ക് ഫസ്റ്റ് ടൈം സ്നാപ്ഡ്രാഗണിൻ്റെ ഒരു ചിപ്പ് തന്നിട്ടുണ്ട് ഫൈനലി. സോ ഗുഡ് ജോബ് ഫ്രം സാംസങ്. ആൻഡ് LPDDR5 UFS 3.1 രണ്ടിനും ഉണ്ട്. സോ Exynos 2100 എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹൈ എൻഡ് കുറേ നേരം ഗെയിം കളിക്കണവർക്കാണ് ഈ പറ്റത്തില്ല, ഇച്ചിരി ഹീറ്റിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ആൻഡ് മീൻ വൈൽ നമ്മുടെ S22 അൾട്രയുടെ സ്നാപ്ഡ്രാഗൺ 8 Gen ഒരു വാം ചിപ്പാണ്, പക്ഷേ കുറച്ച് ഒപ്റ്റിമൈസേഷൻ കഴിയുമ്പോൾ സംഭവം സെറ്റ് ആയിക്കോളും. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ക്യാമറാസ്. സോ ക്യാമറ സ്പെക്കിന് ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ലൈറ്റ് ഡിഫറൻസ് ആണ് സ്പെക്സിൽ വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 108 മെയിൻ ക്യാമറ വിത്ത് OIS, രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് പെരിസ്കോപ്പ് ടെലിഫോട്ടോയാണ് വന്നിരിക്കുന്നത്. അത് നമുക്കൊരു വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10x ഒപ്റ്റിക്കലും 100x ഡിജിറ്റലും വേണ്ടി. ആൻഡ് പിന്നെ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 MB നോർമൽ ടെലിഫോട്ടോ, ഒരു 3x ഒപ്റ്റിക്കൽ സൂം ഉള്ള ഒരു നോർമൽ ടെലിഫോട്ടോ. ആൻഡ് ദെൻ നമുക്കൊരു 12 MB അൾട്രാ വൈഡ്. ഇത് രണ്ടും സെയിം ആണ്. പക്ഷേ നമ്മുടെ ഈ ടെലിഫോട്ടോയ്ക്കും പെരിസ്കോപ്പ് ടെലിഫോട്ടോയ്ക്കൊക്കെ ചെറിയ മൈനർ ഇമ്പ്രൂവ്മെൻറ്റ്സ് അതിനകത്ത് വരുത്തിയിട്ടുണ്ട്, ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ്സ്. സോ അതിൻ്റെ കാണാനുണ്ട്. സോ അതിനോടൊപ്പം തന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറ സെയിം തന്നെ 40 MB ഒരു അടിപൊളി ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ഓക്കെ, സോ ക്യാമറ മോഡ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ ജസ്റ്റ് ക്യാമറ മോഡ്സ് രണ്ടിൻ്റെ ഒന്ന് പറയാം. സോ നമ്മുടെ ക്യാമറ ആൻഡ് ഇത് നമുക്കിവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോർട്രേറ്റ് മോഡ് കിട്ടുന്നുണ്ട്, ആണോ? പോർട്രേറ്റ് മോഡ് രണ്ടിനും. ആൻഡ് സിംഗിൾ ടേക്ക് എന്ന് പറഞ്ഞൊരു മോഡ് കിട്ടുന്നുണ്ട്. പിന്നെ ഫോട്ടോ, വീഡിയോ, മോറിനകത്ത് നമുക്ക് കുറേ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. മീൻസ് പ്രോ മോഡ്, അപ്പർച്ചർ, ISO, വൈറ്റ് ബാലൻസ് ഒക്കെ മാനേജ് ചെയ്യാനുള്ള ഒരു മോഡ് കിട്ടുന്നുണ്ട്. ആൻഡ് ദെൻ നമുക്ക് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടിനും ഉണ്ട് കേട്ടോ.
ഇതിന് നമുക്കുണ്ട് മോറിനകത്ത് പ്രോ മോഡുണ്ട്, പിന്നെ പ്രോ വീഡിയോ മോഡ് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ സെയിം തന്നെ നമുക്ക് ഫോട്ടോ ചെയ്യുന്ന പോലെ തന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടി പ്രോ വീഡിയോ മോഡ് കിട്ടുന്നുണ്ട്. ആൻഡ് ദെൻ നമുക്ക് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് മോഡ്, പിന്നെ സിംഗിൾ ടെക്ക്. ദറ്റ് മീൻസ് കുറേ ഫോട്ടോസ് എടുക്കാനുള്ള ഒരു മോഡാണ്. ദറ്റ് മീൻസ് ഒരു ഒറ്റ ഞെക്കി തന്നെ ഫോട്ടോസ്, വീഡിയോസ്, അതിൻ്റെ ഒരു കളർ ഫിൽറ്റേഡ് ഫോട്ടോസ്, ഹൈപ്പർ ലാപ്സ്, അങ്ങനത്തെ എല്ലാം കൂടെ എടുക്കാനുള്ള സംഭവമാണ്. പിന്നെ ഡയറക്ടേഴ്സ് വ്യൂ, ദറ്റ് മീൻസ് ഫ്രണ്ട് ക്യാമറ പ്ലസ് ബാക്ക് ക്യാമറ പ്ലസ് നമുക്കിങ്ങനെ ഏത് ക്യാമറ വേണം സ്വിച്ച് ചെയ്യാനുള്ള കാര്യമാണ് നമുക്ക് ആ ഡയറക്ടേഴ്സ് വ്യൂ. ഓക്കെ, അതും കിട്ടുന്നുണ്ട്. സോ നൈസ് ഫീച്ചറാണ്. നമുക്ക് അതിനകത്ത് ഡയറക്ടേഴ്സ് വ്യൂ രണ്ടിലും കിട്ടുന്നുണ്ട്. പിന്നെ സൂപ്പർ സ്ലോ മോഷൻ 960 FPS സൂപ്പർ സ്ലോ മോഷൻ കിട്ടുന്നുണ്ട്. പിന്നെ പോർട്രേറ്റ് വീഡിയോ എനിക്കൊരു ദാറ്റ് മീൻസ് ആ ഒരു ഡെപ്ത് ഡിറ്റക്ഷനൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് വരാനുണ്ട് പോർട്രേറ്റ് വീഡിയോയിൽ. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദാറ്റ് അടിപൊളിയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനേഴ്സ് ആണ് നോക്കുന്നത്. സോ രണ്ടും പക്ക ഫാസ്റ്റാണ്, അൾട്രാസോണിക് ആണ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് അൺലോക്ക് കാണിച്ചു തരാം. ഇൻ 3, 2, 1 ആൻഡ് ഗോ. ഉണ്ടോ ഒന്നോടെ ഇൻ 3, 2, 1 ആൻഡ് ഗോ. 3, 2, 1 ആൻഡ് ഗോ. രണ്ടും പക്ക ഫാസ്റ്റാണ്, ഒരു ബാഡ് വരേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, സോ രണ്ടും പക്ക. ഫിംഗർ പ്രിൻറ്റ് സ്കാനേഴ്സ് ആയാലും ഫേസ് റെക്കഗ്നിഷൻ ആയാലും രണ്ടിൻ്റെ അടിപൊളിയാണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ മെയിൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയാണ്. സോ രണ്ടും 5000 mAh ബാറ്ററിയാണ്. സോ ഞാൻ റിയലി സർപ്രൈസിങ് കേട്ടോ, ബിക്കോസ് ഇത് 5000 തന്നെ ഓക്കെ, കാരണം S Pen ഇല്ല. സോ 5000 ഓക്കെയാണ്. പക്ഷേ ഇത് വിത്ത് S Pen 5000 കൊണ്ടാന്ന് കാരണം സോ ഐ എം റിയലി സർപ്രൈസ്ഡ് ഫോർ ദിസ്. ഓക്കെ, ബട്ട് എൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5000 mAh രണ്ടിനുണ്ടെങ്കിലും നമ്മുടെ S21 Ultra 25 വാട്ട് സപ്പോർട്ട് ചെയ്യുള്ളൂ. അത് ബോക്സ് കിട്ടുന്നില്ല. ആൻഡ് മീൻ വെൽ നമുക്കിത് 45 വാട്ട് സപ്പോർട്ട് ചെയ്യും. അതും ബോക്സിനോട് വരുന്നില്ല. രണ്ടും നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം. പക്ഷേ ഈ ഒരു 25 വാട്ട് നിന്ന് മാറി 45 വാട്ടിട്ട് ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നുമില്ല. ജസ്റ്റ് ഒരു 10 മിനിറ്റ്സിൻ്റെ ഒരു ഡിഫറൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ. മാക്സിമം ഒരു 15 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ആണ്, അപ്രോക്സിമേറ്റ് ഒരു 10 മിനിറ്റ്സ് ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടുന്നുള്ളൂ. 25 വാട്ട് ചാർജർ വേഴ്സസ് 45 വാട്ട് ചാർജർ. ഓക്കെ, സോ അത് മാത്രമല്ല നമുക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും 15 വാട്ട് വയർലെസ് ചാർജിങ് വരുന്നുണ്ട്, 4.5 വാട്ട് റിവേഴ്സ് വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് ആ സ്പെക്സ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ S21 Ultra ഉള്ളവർ S22 Ultra അപ്ഗ്രേഡ് ചെയ്യണോ എന്നുള്ളൊരു ചോദ്യത്തിന് ഞാൻ നോ എന്നായിരിക്കും എൻ്റെ ഉത്തരം. ആൻഡ് റീസൺസ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറയാം. യെസ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ റീസൺസ് പറയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നോ എന്ന് പറയാനുള്ള റീസൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോസ്റ്റ് ഓഫ് ദ ഫീച്ചേഴ്സ് മീൻസ് S Pen ആവശ്യമുള്ളവർക്ക് അത് യെസ് ആണ്. ഗെയിമേഴ്സ് ദറ്റ് മീൻസ് ഹൈ എൻഡ് ഗെയിമേഴ്സ് നമ്മുടെ കൂടി PUBG, കോൾ ഓഫ് ഡ്യൂട്ടി, ജംഗ്ഷൻ ബാക്ക് അങ്ങനെ കണ്ടിന്യൂസ് കളിക്കുന്നവർക്ക് യെസ് ആണ്. ബിക്കോസ് ചിപ്പ് അടിപൊളിയാണ്, സ്നാപ്ഡ്രാഗൺ 8 Gen 1. ആൻഡ് S Penൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ അടിപൊളിയായിരിക്കും. സോ വിത്ത് S Pen ആണ് വരിക. സോ അതും ഉള്ളവർക്ക് അടിപൊളിയായിരിക്കും. പിന്നെ നമുക്ക് ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ്. ക്യാമറയിൽ ലൈറ്റ് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നുണ്ട്. ഡിസ്പ്ലേയിൽ നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് കുറച്ചുകൂടി കൂടി വരുന്നുണ്ട്. പിന്നെ ചാർജിങ് സ്പീഡ്സ് കുറച്ചുകൂടി കൂടുതലുണ്ട്. സോ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ആ ഒരു ഡിഫറൻസ് പറയാൻ. ഡ്രാസ്റ്റിക് ഒരു ഡിഫറൻസ് ഒന്നും ഇല്ല. സോ ദാറ്റ്സ് വൈ ദ റീസൺ ഐ ഹാവ് സെഡ് നോ. ആൻഡ് യെസ് ഉള്ളവരാണെങ്കിൽ നിങ്ങളൊരു ഗാലക്സി നോട്ട് 10 പ്ലസ് ഒരു നോട്ട് 20 Ultra എന്ന് വരുവാണെങ്കിലും ഒരു ഒരു ഹാഫ് വർത്തി ഒരു ബേസ്ഡ് ഓൺ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. എന്നാലും ഒരു ഹാഫ് വർത്തി ആയിരിക്കും നോട്ട് 20 Ultra എന്ന്. പക്ഷേ S21 Ultra എന്ന് വരുന്നവർ ഡെഫിനറ്റ്ലി ഇറ്റ് വുഡ് ബി എ നോ. ആൻഡ് ഇഫ് യുവർ S Pen ഗെയിമിങ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ആൻ yes for me. So guys, that's all for today. Signing off, it's Phone Mania.